ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. പയ്യോളി ചിക്കൻ വളരെ ടേസ്റ്റി, വളരെ ഈസി ഒക്കെയാണ്. കുഞ്ഞു കുട്ടികൾ വരെ ഇഷ്ടപ്പെടും, കാരണം എരിവെല്ലാം കുറവാണ്. ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ഫ്രണ്ട്, കുവൈറ്റിലാണ്, അസീസ് എന്നാണ് പേര്. തന്നപ്പോൾ ഞാൻ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. വളരെ ടേസ്റ്റായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അനിയനും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1/2 കിലോ ചിക്കൻ പീസസ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീറ്റുണ്ട്, 1/2 കിലോ ഉണ്ട്. പിന്നെ 7 വെളുത്തുള്ളി അല്ലി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതിയ ഫ്ലേവറിന് മാത്രം, 2 പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം പൊടിച്ചത്, പിന്നെ ഉപ്പ്, വിനിഗർ, ഒരു ചെറുനാരങ്ങയുടെ നീര്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കി എടുക്കാം നമുക്ക്. ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത് പിരിയൻ മുളക് പൊടിയാണ്, 1.5 ടേബിൾ സ്പൂൺ വേണം. ഇനി ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, 2 പച്ചമുളക് കീറിയിടണം, രണ്ട് ടീസ്പൂൺ വിനിഗർ, ഇനി ചെറുനാരങ്ങ നീര്. ഇതെല്ലാം കൂടി ശരിക്കും തിരുമ്മി ഒരു നല്ല കണ്ടെയ്നറിനകത്താക്കി അടച്ച്, ടപ്പർവെയറൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് അടച്ച് വെച്ചാൽ മതി. 2 മണിക്കൂർ, മിനിമം 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കണം. ഒരു ദിവസമൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റായിരിക്കും. ഇതെല്ലാം കൂടി ശരിക്കും കൂട്ടി തിരുമ്മിയുണ്ട്. ഉപ്പും എരിവും മഞ്ഞളും എല്ലാം പാകമാണ്. ഇനി നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്തു വെച്ചിട്ട് 2 മണിക്കൂറുകൾക്ക് ശേഷം എടുക്കാം. നിങ്ങൾക്ക് പിറ്റേ ദിവസം പരിപാടിയാണെങ്കിൽ തലേ ദിവസത്തേക്ക് നിങ്ങളെടുത്ത് ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുത്ത് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. എത്ര നേരം ഇരിക്കുന്നോ അത്രയും നല്ലതാണിത്. മിനിമം 2 hours എങ്കിലും വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന ചിക്കൻ ഞാൻ എടുത്തു. ഇന്നലെ ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്തില്ലായിരുന്നു, ഇന്നാണ് ഞാൻ ചെയ്യണേ. അപ്പോൾ ഒരു ദിവസം മുഴുവൻ ഫ്രിഡ്ജിനകത്തിരുന്നു. ഉപ്പും മുളകും ചെറുനാരങ്ങയും വിനാഗിരിയൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായിട്ടുണ്ട് ചിക്കൻ. നമുക്കിനി ഇത് വറുക്കാനായിട്ട് എടുക്കാം. വറുക്കണതിന് മുമ്പ് നമ്മുടെ അരിപ്പൊടിയില്ലേ, അരി വറുത്ത ഈ പുട്ടിൻ്റെ പൊടിയല്ല, അപ്പത്തിൻ്റെ പൊടി, അതിനകത്ത് മുക്കിയിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. വെളിച്ചെണ്ണയിലാണ് ചെയ്യണത്. അധികം വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതി. ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു സൈഡ് മുങ്ങിയേച്ചാൽ മതി. ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. പാൻ ചൂടായി, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒന്ന് ജസ്റ്റ് ആ പരക്കണ അത്രയും ഒഴിച്ചേച്ചാൽ മതി. അധികം വെളിച്ചെണ്ണയുടെ ഒന്നും ഒട്ടും ആവശ്യമില്ല. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് മുക്കിയിടാം. ഇങ്ങനെ ഒന്ന് നമ്മൾ ഈ കട്ട്ലേറ്റൊക്കെ മുക്കൂലേ, അതുപോലെ മുക്കിയേച്ചാൽ മതി. ചിക്കനെല്ലാം ഇട്ടു. കണ്ടോ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു വശം ഒന്ന് ആ എണ്ണയിലൊന്ന് ഡിപ്പായേച്ചാൽ മതി. എന്നിട്ടൊരു കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിടാം. അങ്ങ് കരിയണ പോലെ ആകണ്ട. നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ മറയ്ക്കാറായിട്ടുണ്ട്. ഓരോന്നായിട്ട് മറിച്ച് കൊടുക്കാം. കണ്ടോ, ചിക്കൻ ആയേക്കുന്നുണ്ടോ. കുറച്ച് നേരത്തെ പണിയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ശരിക്കും തലേദിവസം മേടിച്ച് ചിക്കൻ മേടിച്ച് അങ്ങ് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം ആരെങ്കിലും വരുമോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം.
ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഒത്തിരി കറുമുറൂന്നും പറഞ്ഞുകൊണ്ടായി പോകരുത് കേട്ടോ, ഒരു പരുവത്തിന്. കടിക്കുമ്പോൾ നമുക്ക് ആ ജ്യൂസിനെസ് ഒക്കെ നമുക്ക് കിട്ടണം ചിക്കൻ്റെ. ചിക്കൻ ഫ്രൈ ആയി കോരാം നമുക്ക്. ഇനി ഇതിൻ്റെ അടുത്ത സ്പെഷ്യൽ സാധനം എന്താണെന്ന് വെച്ചാൽ കുറേ കറിവേപ്പില വേണം, എരിവ് കുറഞ്ഞ പച്ചമുളക്. ഇത് നമുക്ക് ഫ്രൈ ആയിട്ടെടുക്കണം. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം, സ്വല്പം മതി. ആ പച്ചമുളകിനും കറിവേപ്പിലയ്ക്കും ഉപ്പിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഇതും നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതും കോരിയെടുക്കാം. ഇനിയാണ് ഇതിൻ്റെ അടുത്ത, ഇത് ഒട്ടും നിങ്ങൾ മറന്നു പോകരുത്, 1 കപ്പ് തേങ്ങാപ്പീര വറുത്ത് ഇതിനകത്ത് ഇടണം. ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയണത്. ആ തേങ്ങാപ്പീര അങ്ങ് വറുത്ത് അതിനകത്ത് ഇടുമ്പം ആ ചിക്കനും ആ കറിവേപ്പിലയും തേങ്ങാപ്പീരയും എല്ലാം കൂടി കടിക്കുമ്പോൾ കിട്ടുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതൊരു ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ തേങ്ങ മൂത്തു. നിങ്ങൾ വറുക്കുമ്പോൾ ഫ്രൈങ് പാനിനകത്ത് ആ കറിവേപ്പിലയൊക്കെ വറുത്തതിൻ്റെ ബാക്കി ഒട്ടും എണ്ണയില്ലെങ്കിൽ 1/2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ തേങ്ങയിൽ, എന്നാലാണ് ആ കറുമുറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ആയി. നമുക്ക് ചിക്കനകത്തേക്ക് കറിവേപ്പില, ഞാൻ പലതരം ചിക്കൻ ഫ്രൈയും കഴിച്ചിട്ടുണ്ട്. നമ്മൾ പലതിലും മുക്കി ഉണ്ടാക്കണതും അല്ലാണ്ട് ചുമ്മാതെയും ഒക്കെ. എനിക്ക് ചിക്കനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള ആളല്ല, പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചു, രാത്രി കഴിച്ചു, അത്രയും ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വേറെ ഏത് റെസിപ്പിയും മിസ് ചെയ്തെങ്കിലും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. കുട്ടികൾക്കായിട്ടാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പച്ചമുളകൊക്കെ അവർക്ക് ഇല്ലാണ്ട് വറുത്ത് കൊടുത്ത ശേഷം തേങ്ങ വറുത്തത് ഇടണം. പച്ചമുളക് നിങ്ങൾ ഇടുമ്പോഴും എരിവ് കുറഞ്ഞത് മേടിച്ചിട്ട് കുറച്ചധികം കീറി വറുത്തിടണം. ആ പച്ചമുളകും തേങ്ങ വറുത്തതും കൂടി കടിച്ച് തിന്നുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിന്നാലേ അറിയുള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.